ഈകളെ പറയടാ. ഞാൻ ഇപ്പൊ കത്തിയോളൂടാ. നീ നേരത്തെ വന്നല്ല? ഇല്ല, ഞാനിപ്പോ വന്ന്. ഞാൻ കത്തിയിട്ടില്ല. നിങ്ങളെവിടെ വീസിലിരിക്കുന്നോ വന്നാ? നിങ്ങളെന്താ വരാത്ത? സിറ്റിക്കകത്ത് വരാത്ത എന്താ? എന്താ നിങ്ങൾ മുന്നേ കത്തി നമ്മള് കണ്ടേട്ടാ ഇവിടെ. പുതിയ ഗെയിം കണ്ടുപിടിച്ച എന്താ ബാബു ചന്ദ്രു ഈൾബ്രോയ്ക്ക് കളിക്കാൻ വേണ്ടി ഒരു ഗെയിം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു. കിട്ടി VR എടുത്ത് വെക്കേ. VR ആ VR കളിക്കാനുള്ളത് ബ്ലൈൻഡ് സിമുലേറ്റർ. ഭയങ്കര അല്ലെങ്കിൽ കയ്യിൽ ജസ്റ്റ് ഒരു കൈലിയല്ലേ മതി. എടാ ഈകളെ ഒരു കൈലിയോ ടവലായാലും മതി. എന്തിന് മുഖത്ത് കെട്ടാനാ? മൊത്തം ബ്ലൈൻഡ് ഗെയിം. നീ ഒന്ന് ഹോൾസെയിൽ ആയിട്ട് വിറ്റ് നാട്ടുകാര് മൊത്തം അത് കണ്ടന്റ് ആക്കി. മനസ്സിലായ? ഞാൻ നോക്കിയപ്പോ എനിക്കൊരു 10-15 പേര് ടാഗ് ചെയ്തിരിക്കും. ഞാൻ നോക്കിയപ്പോ 1 million വ്യൂസ് ഒക്കെ. സത്യം. ഞാൻ കൊളാബ് വെച്ചിട്ട് തന്നില്ല. ഞാനത് കണ്ടില്ല. വെരി നെക്സ്റ്റ് ഡേ ഈ ലൈവ് കണ്ടിട്ട് വേറൊരുത്ത് വന്ന് എനിക്കും തന്നത്. വാങ്ങിച്ചല്ലേ? മേടിച്ചല്ലേ 55 രൂപയ്ക്ക്? വാങ്ങിച്ച് അപ്പൊ തന്നെ നമ്മളെ കോക്കനട്ട് സിമ്പിൾ ബുദ്ധി കണ്ടടാളി. 55 രൂപയുടെ വെളിയിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ആദ്യം ശശിയായ ആള് നീ നമ്മളുടെ അടുത്ത് പറയണ. ഞാൻ ഇൻഫ്ലുവൻസർ ആയ കേട്ടോ. കിട്ടി. എവിടെ നിന്ന് പറയണം? ഇൻഫ്ലുവൻസർ കിട്ടിയാ? പിന്നെ എനിക്ക് ആണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസം ഇതിന് പോലെ എനിക്ക് ഒന്ന് ചുമച്ചേ. മറ്റേ ഒരു പാട് വന്നു പറഞ്ഞില്ലേ? ചുമച്ചവരിച്ചിരി സമയം എടുക്കും. ചുമ ഉണ്ടെങ്കിൽ ഇതാണ് ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ എനിക്കതാണ് ചുമയാ. നിന്നെ കാണാൻ വരാൻ പറഞ്ഞപ്പോ കേട്ടാ ബാബു അവരങ്ങനെ വേണം. സത്യം ഗൈസ്, എനിക്ക് എനിക്ക് ഇൻഫ്ലുവൻസ് ആണെന്ന് അറിഞ്ഞിട്ട് ഈ വീടിന്റെ മിറ്റം വരെ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചു പോയാലേ ഈ ബാബു. ഈ ബാബുവിനെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രോഗം ഉണ്ടോ, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും രോഗം വന്നിട്ടുണ്ടോന്ന് അറിയണമെങ്കിൽ ബാബുവിനെ നിങ്ങളുടെ നാട് വഴി ചുമ്മാ ഒന്ന് കാറിൽ ഒന്ന് പോകാൻ പറഞ്ഞാൽ അത് അവന് കിട്ടിക്കോളും. കാരണമാണ് ഇവൻ ഈ രോഗങ്ങള് ഇങ്ങനെ വലിച്ചെടുക്കണ കാന്തോണം. ഹോസ്പിറ്റൽ കേസ് എനിക്ക് എന്റെ ഫാമിലിയിൽ ഇങ്ങനെ വലിഞ്ഞു കയറാൻ ഭയങ്കര താല്പര്യമുള്ളതാണ്. അന്ന് അധോലോകം RP. ഞാൻ ഇനി എല്ലായിടത്തും കേറാം. ഞാൻ അധോലോകത്ത് മറ്റേ എന്ത് കണ്ണാപ്പിയുടെ ശിവശങ്കരൻ RP. എന്തായിരുന്നു ആ സെർവറിന്റെ പേര്? കൈലാസോ? ശിവശങ്കരൻ അല്ലല്ലോ, കൈലാസം. ഞാൻ എല്ലായിടത്തും ഇനി കേറാം. എടാ ഇതിപ്പോ സിറ്റി ഇനി എപ്പോ വരും? ഇനി അടുത്ത ആഴ്ച 30 മിനിറ്റ്. 30 മിനിറ്റ്സ് വരുമോ അപ്പാ? നമുക്ക് 15 മിനിറ്റ് മതി. 15 മിനിറ്റത്തെ വർക്ക് നമുക്കുള്ളൂ. പക്ഷെ അപ്പുറത്തെ ഹോസ്റ്റ് സൈഡിലുള്ളവൻ മറ്റേ ക്ലൗഡ് ഫെയറിന്റെ ഇത് മാറ്റി തരണം IP. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിലേ ദുബായ് പറിച്ച് നടുവല്ലേ? നിങ്ങൾ ഹോസ്റ്റ് ദുബായിലോട്ട് മാറ്റിയല്ലേ? അവിടെ നല്ല പ്രീമിയം കസ്റ്റമേഴ്സ് കൂടുതൽ. പൈസ അയക്കുന്ന എളുപ്പം പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ആക്കിയല്ല. നമ്മൾ അരിച്ചു പറക്കുന്ന കാശ് കൊടുത്തതാണ് കേട്ടോ. സിറ്റി വന്നപ്പോ എക്സ്ക്ലൂസീവ് വണ്ടി എന്ന് പറഞ്ഞിട്ട് 3 വണ്ടി ഇറക്കിയത്. ഏതായിരുന്നു? അപ്പാ ഞാൻ പറയട്ടെ, കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്തും കടം മേടിച്ചും ഇതാക്കിയ ഞാൻ ആ 250 കോടിക്ക് ഞാനൊരു ടാക്സി മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്റെ കയ്യിലുണ്ടത്. ആർക്കും വിൽക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ എന്റെ തന്ന് ഇത് എക്സ്ക്ലൂസീവ് ആണ്, ഇനി ആർക്കും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അത് മേടിച്ചത്. ശനിയാഴ്ച ഇല്ലേ, സാറ്റർഡേ ശനിയാഴ്ച എല്ലാ വണ്ടികളുടെ ഹാൻഡ്ലിംഗ് ഇത് വരും, അപ്ഡേറ്റ് വരും. അന്ന് ഇതെല്ലാം ഇഷ്യൂ ഫിക്സ് ആവും. പിന്നെ 250 കോടിക്കൊക്കെ 500 കോടി കൊടുത്ത ആൾക്കാർ വണ്ടി വാങ്ങും. ഇപ്പൊ സെക്കൻഡ് ഡീലർഷിപ്പിൽ ഫുൾ ആ വണ്ടിയാ ട്രാക്സ്. പക്ഷെ ഇതെല്ലാം ചന്ദ്ര അത് ഹാൻഡ്ലിംഗ് ശരിയല്ലാത്തണ്ടല്ലേ. ഇനി ട്രാക്സ് എന്ന് പറയുന്നത് മറ്റേ ടോപ്പ് എൻഡ് ടയർ 3 വെഹിക്കിളിന്റെ ഒപ്പം നിൽക്കാൻ പോകുന്ന വണ്ടിയാ അത്. ഒപ്പം തോളോട് തോള് ഇതൊക്കെ പറഞ്ഞ ലൈവിൽ വരുമ്പോ എല്ലാരും പറഞ്ഞ പറ്റിക്കുക. ഇത് കേട്ടാലും പ്രീമിയം എടുക്കല്ലേ? പുതിയൊരു സാധനം വരുന്നുണ്ട്, VIP.
കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഉണ്ടാക്ക് കാശ് കുറെ അതില് എക്സ്ക്ലൂസീവ് വെഹിക്കിൾസ് കുറച്ചെണ്ണം വരുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ. മാർക്കറ്റിംഗ് അല്ല ഇതില് വലുതായിട്ട് ആൾക്കാരോടും പറയാൻ പറ്റത്തില്ല. ഈ സാബുരിനും ഷെയ്ക്കിനെ ഇറക്കി കൊടുക്കുന്ന 50 കാറൊക്കെ അതൊന്ന് സ്പോൺസർ പറഞ്ഞേക്കോ അവരുടെ അടുത്ത്. അല്ലല്ല ആൾക്കാർ വരുമ്പത്തേക്കും അവരെ കാണിക്കാൻ ഇവരൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരറ്റത്തുനിന്ന് എല്ലാ വണ്ടിയും. പണ്ട് ഈഗ്ലോയ്ക്ക് കിട്ടിയത് വെച്ച് നോക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഈ കാറൊക്കെ സിറ്റിയിലുണ്ടല്ലോ, മറ്റത് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ സിറ്റി കാണുള്ളൂ. സത്യം എന്റെ ബർത്ത്ഡേക്ക് എന്റെ പഴയ ഡ്യൂക്ക് തൊട്ട് എല്ലാരും എഴുന്നേലൊക്കെ പണിതോണ്ട് വരും. ബർത്ത്ഡേ അന്ന് എല്ലാരും തരും. ഇവിടെ തീയും കായും ഒക്കെ വാരി ഇടും ആൾക്കാർ കാണുന്നവര്. 2 ദിവസം കഴിയുമ്പോ അവരെ വണ്ടി എടുക്കാൻ പറയുമ്പോ അങ്ങനെ വണ്ടി ഇല്ല ഇവിടെ സെർവറില്. ഇതെല്ലാ സെർവറിലും ഇങ്ങനെ തന്നെ. അപ്പൊ എല്ലാ വിശ്വാസം. അപ്പോഴേ കൊടുത്തു വിടും. അതെ, നമ്മളെ TV ഫ്യൂൽസിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അന്ന് പോയതാ. അപ്പൊ ബോർഡൊന്ന് കൊണ്ടുത്താ മോശം അപ്പാ വെറും. പിന്നെ നമ്മളെ ഗ്യാസിന്റെ മേലെ കൂടെ എങ്ങനെ അടിക്കാൻ പോകുന്ന അറിയാമോ? അതായത് അങ്ങ് പലവറ്റേ നിന്നാ പോലും നമ്മൾ ടി എഫ് ഫ്യൂൽസ് കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളെ ബോർഡ് അടിക്കും. പറ്റത്തില്ലേ? കാരണം അങ്ങനെ ഒരു ബോർഡില്ല, അതിനെങ്ങനെ കാണാൻ പറ്റും? എന്നാലും കാണാൻ പറ്റൂലേ. അപ്പാ നിങ്ങൾ ഭയങ്കര ഉടായിപ്പ. ഇതൊക്കെ നിങ്ങക്ക് ഈസി ആയിട്ട് ചെയ്യാന്നല്ല ഉള്ള അപ്പാ. അതിന്റെ മുകളിലൊരു ഇത് വെക്കാമെന്ന് പറഞ്ഞാ അത് ഓൾറെഡി ഉണ്ടായിരുന്നില്ല. അത് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. അത് ഉണ്ടായിരുന്നല്ലോ എത്ര അല്ല, കൂടുതൽ കളിച്ചാണല്ലോ ഈഗിളെ. ബാംഗ്ലൂരിൽ പഠിച്ചത് എന്താ എത്തിക്കൽ ഹാക്കിംഗ് ആണ്. അവനെ വെച്ച് അങ്ങ് ഹാക്ക് ചെയ്യും സെർവർ. ഈഗിളെ ബാംഗ്ലൂരിൽ പഠിച്ചറിയോ? എത്തിക്കൽ ഹാക്കിംഗ് അത് രാവിലെ പഠിച്ചതാണ് ഗ്രാഫിക് ഡിസൈനിങ്. ഉച്ചയ്ക്ക് ശേഷം എത്തിക്കൽ ഹാക്കിംഗ്, രാത്രി പാട്ട്, അത് കഴിഞ്ഞിട്ട് ഊത്ത്. ഒന്നും പറയുന്നില്ല ചന്ദ്ര, അതിനൊക്കെ വിഷമാവും. അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ വേറൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഡ്രസ് ഡെസ്ട്രോ ഈ ചന്ദ്ര 1v1 കളിക്കാൻ വിളിച്ചതിന് വന്ന് പോയി കളിക്കരുത് കേട്ടാ. സിറ്റിക്കകത്ത് 1v1 കളിക്കരുത്. സിറ്റിക്ക് പുറത്തും വണ്ടി കളിക്കരുത്. സ്കാം ഒന്നും ഞാൻ ലൈവ് ഇട്ട് കളിക്കട്ടെ. നീ ശരിക്കും നിന്നെ ഡെസ്ട്രോ അടിച്ചുറക്കിയോ? ഞാനേ ഫസ്റ്റ് കളിയിലെ 15 മിനിറ്റ് കളിച്ച് അന്നേരെ അവൻ 12ഉം ഞാൻ 8 ആയിരുന്നപ്പോഴത്തേക്കും എന്തോ ക്രാഷ് ആയി. അവസാനം ഞങ്ങള് സമയമില്ലാത്തോണ്ട് ഞങ്ങള് തീരുമാനത്തിലെത്തി. എടാ അത് ഗെയിം ബഗ് എന്തോ ആയിട്ട് 12 ആയപ്പോഴത്തേക്ക് കട്ടായി. നോർമലി ഗെയിം നമ്മൾ അത്ര 15 അല്ലേ. അപ്പോ നമുക്ക് ബെസ്റ്റ് ഓഫ് 3 കളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 5 റൗണ്ട് ഇട്ട് കളിച്ച്. അതില് 3 ഞാൻ ജയിച്ച്. 3 ഞാൻ 5 ജയിച്ച്. നീ 5 പറഞ്ഞ 5 ഞാൻ ജയിച്ച്. 5 റൗണ്ട് ഞാൻ ജയിച്ച്. ബെസ്റ്റ് ഓഫ് 3 അല്ല, ബെസ്റ്റ് ഓഫ് 3 അല്ലത്. ബെസ്റ്റ് ഓഫ് 3. അതായത് 5 മാച്ച് ഇട്ടിട്ട് 3 ഞാൻ ജയിക്കണം, അല്ലെങ്കിൽ 3 നീ ജയിക്കണം. പക്ഷെ ഞാൻ 5 റൗണ്ട് ജയിച്ച്. ഈ ലൈവ് കാണണ ഈകളെ നീ അത് ലൈവ് ഇട്. നീ ലൈവ് ഇട്. നീ എന്റെ ചാനൽ എടുത്തേ കിക്കില്. അപ്പൊ നിനക്ക് ക്ലാരിറ്റി ആയിട്ട് കാണാം. അമ്പടാ ഡെസ്ട്രോ വേണോ വേണ്ടേ? ഈളെ വേണ്ട അതെന്താ ഡ്രീമർ ഈ സ്കാമർ എന്ന് പറഞ്ഞമാരൊക്കെ ഇവിടെ തന്നെ കാണണം കേട്ടാ. ഇവിടെ തന്നെ കാണണേ സ്കാമർ എന്ന് പറഞ്ഞമാര്. അല്ലെ ലാസ്റ്റ് ഇതാണേ. എവിടെയാ ലാസ്റ്റ് ഇതൊരു 5 മിനിറ്റ് 5-10 മിനിറ്റ് ബാക്കി തന്നെ. അതെ അവിടെ ഇട്ടെ. ഇതാണോ ഡെസ്ട്രോ? ഇതാണോ? ചിരിക്കുന്നു നോക്കുന്നു. അതൊക്കെ
കാണാ ഇത് തന്നെയാണോ ഡെസ്ട്രോ? ഇത് തന്നെയാണ് ആ 5 അത് ഇത് തന്നെ തോന്നല്ലേ? ഇതാ ഫസ്റ്റ് ഇത് ഫുള്ളാണ് കേറി വരും ഫസ്റ്റ് മാച്ച് ഫുള്ളാ. ഏതാടി എന്നാണ് നോക്കിയോ ഓടോക്കെ അത് കണ്ടാ നീ അതെനിക്ക് അറിഞ്ഞൂടാ ഇങ്ങളെ അതെനിക്ക് അറിഞ്ഞൂടാ അത് ശരിക്കും അത് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ ഈകളെ ഞാൻ പിന്നെ എങ്ങനെ കളിക്കണം? അതെന്താ സാധനം അത്? അത് സ്പീഡ് ബൂസ്റ്റ് ചെയ്യണം എന്നാല് അത് 1v1 കളിക്കുമ്പോഴേ அது ஒன் வேட்டா ஸ்பீட் பூஸ்ட் பண்ணாத ഹെഡ് ഏറി അടിച്ചാ ഇല്ല അതൊക്കെ അയക്കുവാ നിങ്ങളെ അത് അവിടെ ചാടി ഇപ്പൊ പോണോ മനസ്സിലായ? അല്ല ബഗ് അബ്യൂസ് ചെയ്ത്. അപ്പൊ ഇതിന് ചുറ്റും മറ്റേ ഫെൻസ് അടിക്കണല്ലേ അടിക്കാൻ തിരിച്ചുപോയി. പുതിയ PC എന്തോ ആവാലോ. ഇനി 2 റൗണ്ട് ഉണ്ട്. ഇനി 2 റൗണ്ട് ഞാൻ ജയിച്ചോ നിന്നെ ജയിച്ചിട്ടാറേ அது எனக்கு தியோரி തമ്പി അവന് കവറിലായിരിക്കും. ലാസ്റ്റ് ഓടിയാണ് ഇവിടെ ഈ பெஸ்ட் ஆஃப் 3 அல்லது பெஸ்ட் ஆஃப் 3 அல்லது இது என்ன பெஸ்ட் ஆஃப் 3 பெஸ்ட் ஆஃப் 3 பெஸ்ட் ஆஃப் 3 தான அது നീ ജയിച്ചില്ലല്ലോ. 5-3 ഡെസ്ട്രോ ഇപ്പൊ നീ കാണിച്ച മൂവ്മെന്റ് വാറിൽ ഇടാൻ പറ്റുമോ? அந்த ஸ்டாமினா இருக்கும்போது மட்டும் ஜஸ்ட் ஒரு 5 to 6 செகண்ட்ஸ் மட்டும் யூஸ் பண்ண முடியும். ஸ்டாமினா ஃபுல்லா இருந்தா ஸ்பீட் பூஸ்ட் வர்க் ஆகும். ഇതിന്റെ കളർ വേണ്ട. എടാ ഞാൻ ബെസ്റ്റ് ഓഫ് 3 എന്ന് പറയണത് 3 TDM തീരുന്ന വരെ അല്ലേ? 3 TDM. 3 மேட்ச் കാണാ இது ரவுண்ட் பெஸ்ட் ஆஃப் 3 பாருங்க. ഇങ്ങോട്ട് ഇതിനെ അടിക്കുന്നേ இது ஒரு களி ആ അത് ലാസ്റ്റത്തെ അടിപൊളിയായിരുന്നു. இது பெஸ்ட் பெஸ்ட் ஆஃப் 3 அல்ல இதான ஸ்கேമർ പിന്നെ എന്ത് സ്കാമറാ? പക്ഷെ ചന്ദ്രൻ ഇനി 2 റൗണ്ട് കളിക്കട്ടെ. നീ ഒരു റൗണ്ട് ജയിച്ചല്ലോ. ആ നമ്മള് 3 കളി നമ്മള് ജയിച്ചിട്ടുണ്ട്. ജസ്റ്റ് പോട്ട് നാളെ പിന്നെ ഇതൊക്കെ പിന്നെ കളി എന്ന് പറഞ്ഞിട്ട് നീ ആദ്യത്തെ 3 റൗണ്ട് ജയിച്ചതാണോ കൂട്ടിയത്? ഇല്ല എടാ പുണ്ടച്ചി മോനെ ബാബു ഇപ്പൊ ലാസ്റ്റത്തെ കൂട്ടി 3 റൗണ്ട് ഞാൻ ജയിച്ചു മനസ്സിലായോ? சாமி சரணம் ശരണം. சாமி சரணம் സണ്ണിലി ഇപ്പൊ ലൈവ് ചെയ്യണല്ലോ ഇപ്പൊ. ക്യാപ്ഷൻ എന്തൊരു ഈകളാ? ഇല്ല സണ്ണിലി ഇപ്പൊ ലൈവ് ചെയ്യണല്ലോ അപ്പൊ അതിനകത്ത് ലാസ്റ്റ് ചോദിക്കാത്ത എന്ത് പറ്റിയത്? ചോദിക്കാൻ എന്താ എന്താ ചേച്ചി ലൈവ് വരാത്തെ? ഇപ്പൊ ചോദിച്ച ആള് പുള്ളി അടുത്ത ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരുവേ. ഉയ്യോ വന്നല്ല സ്പോട്ടില് താഴെ. പോപ്പുലർ ഇല്ല പഴയതാ. നീ അത് എടുത്ത് ഇവിടെ പ്ലേ ചെയ്ത് എന്നെ കൊണ്ടു എവിടെ? ഞാൻ ഹിറ്റ് കളിക്കും. ഓക്കെ അല്ല ഇതിനകത്തൊന്നും ഇല്ല. ഇത് എന്താ ഇത് പുള്ളിക്കാരുടെ ടോക്ക് സെക്ഷൻ ഒക്കെയാ. അത് ടോക്സിസ് തന്നെ പറഞ്ഞ പക്ഷെ കോപ്പറേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമല്ലോ അവർക്ക്. ആർക്ക് ஜானி சென்சா ஜானி அல்ல அது இந்த மொட்டை എന്താണ് ஓகே மை பேட் ജോണിയാ. നമുക്ക് അപ്പോഴത്തേനെ കുറച്ച് ട്രോൾസ് നോക്കാം. ബൈ ഗൈസ്. ബൈ.